ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ലഡു ആണ്. അതും വെറും 5 മിനിറ്റിൽ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ചവ്വരി ഇല്ലേ, പായസത്തിലൊക്കെ ചേർക്കുന്ന ചവ്വരി, അതിൻ്റെ ചെറിയ ടൈപ്പാണ്. എന്താ പറയുക, നല്ല കടുകിൻ്റെ അത്രേ ഇത് കാണൂ. ഇതിപ്പം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ വലിപ്പമുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ കടുക് മാതിരി വളരെ ചെറിയ ഒരു ഐറ്റം ഇത്. കണ്ടോ, കടുകിൻ്റെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ അടുത്തുള്ള കടകളിലൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ല. അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നാണ് ഇപ്പം ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത്. പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചിരുന്നു, എവിടെയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ചവ്വരി വേണമെന്നുള്ളവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നെങ്കിൽ ലിങ്ക് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇത് മേടിക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ട് അത് പിൻ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുള്ളവർ മേടിക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചവ്വരിയാണ് ഇവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏകദേശം 5 മണിക്കൂർ ഇതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുതിർന്ന് കിട്ടിയാൽ മാത്രമേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ അടുപ്പിലേക്ക് ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതേ സെയിം പാനിൽ തന്നെ നമുക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ തന്നെ 1 കപ്പ് പഞ്ചസാര കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടാൻ പാടില്ല, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി 3-4 ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വെള്ളം ദേ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഇത് തിളച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക, അത്രയും മതിയാവും. അപ്പോൾ അതേ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഫുഡ് കളറാണ്. ഫുഡ് കളർ നിർബന്ധമൊന്നുമില്ല, മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാവും കേട്ടോ. പിന്നെ ആ മഞ്ഞൾപ്പൊടിയുടെ ചെവ വരുമോ എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട, ഒന്നും വരില്ല. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മളിപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 കപ്പ് ചവ്വരി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ കൂട്ടാൻ പാടില്ല, 1 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയുടെ പൊടിയോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ വെള്ളമൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് വറ്റി വരണം. എന്നിട്ട് ഇത് നമ്മുടെ പാത്രത്തിൽ നിന്നും ഇതുപോലെ ഒന്ന് വിട്ട് വരുന്ന ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിൽ നിന്നും ഇത് വിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കാഷ്യൂനട്ട് കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ കുറച്ചൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല അങ്ങ് ചൂടാറിപ്പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. വളരെ സിമ്പിളാണ്, വെറും 5 മിനിറ്റ് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനലിൻ്റെ തൊട്ട് താഴെ കാണുന്ന ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് ഇതുപോലെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടുതൽ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ ഒരു കേക്കിൻ്റെ പടം കാണുന്നില്ല, അവിടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിലുള്ള ഫുൾ വീഡിയോസും കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോസ്റ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം വാച്ച് ചെയ്യാം കേട്ടോ.